സംഘികൾ പറയുകയുണ്ടായി ധർമ്മേന്ദ്ര പ്രധാനെ പോയി ഒരു പ്യൂണിനെ പോലും CJPക്ക് രാജിവെപ്പിക്കാൻ സാധിക്കില്ല എന്ന്. ഇപ്പോൾ കണ്ടില്ലേ, ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ ചെയ്തു, രാജിവെച്ചു. വെപ്പിച്ചതാരി CJP കോക്രോച്ചുകൾ. ഇവിടെ അവസാനിച്ചോ? ഇല്ല. അഭിജിത് ദീപകിന്റെ വാക്കുകൾ ആയിരക്കണക്കിന് കോക്രോച്ചുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോ കാണാം. അതിനു മുൻപായി ഈ ഒരു വിവരം അറിഞ്ഞ് അഭിജിത് ദീപക്കും മറ്റു കോക്രോച്ചുകളുടെയും സന്തോഷ പ്രകടനം അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. कंफर्म है, इससे आया कंफर्म है। धर्मेंद्र प्रधान ने रिजाइन कर दिया है। We have bloody done it. क्या कहते थे ये? क्या कहते थे? इस सरकार में इस्तीफे नहीं होते। क्या कहते थे? इस सरकार में इस्तीफे नहीं होते। हम कहना चाहते झुकती है दुनिया, झुकाने वाला. കണ്ടില്ലേ, ആരുടെ മുന്നിലും മുട്ടുകുത്തില്ല എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ നടന്ന BJPയുടെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ജൻസികൾ. CJP ഇത് വെറും ധർമ്മേന്ദ്ര പ്രധാന്റെ ഒരു റിസൈൻ, രാജി മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഡെമോക്രസി, ജനാധിപത്യത്തോടുള്ള വിശ്വാസ്യത കൂട്ടുന്ന ഒരു പ്രവൃത്തിയും കൂടിയാണ് ഈ സംഭവം. അതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് കോയിൻസിഡൻസ് മാത്രമാണ്. വകുപ്പിലെ 2 ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയെന്ന് കണ്ടെത്തി. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. അതാണ് വിവരമുള്ള ആളുകൾ ചെയ്യുക. അതായത് അവരുടെ താലുള്ള ആളുകൾ കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് റിസൈൻ ചെയ്തിട്ട് പോകും. അല്ലാതെ ഇത് നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ കടിച്ചു തൂങ്ങി നിന്ന പോലെ നിൽക്കാൻ നിൽക്കില്ല. ഓക്കെ, ഇനി നമുക്ക് CJPയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു ഒഫീഷ്യൽ ട്വീറ്റ് വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത്, കോക്രോച്ച് ജനതാ പാർട്ടി വിഡ്രോ ഇറ്റ്സ് നാഷണൽ വൈഡ് അഗിറ്റേഷൻ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് എന്നാണ് പറഞ്ഞത്. അതായത് നാഷണൽ വൈഡ് ആയിട്ടുള്ള ഈ ഒരു പ്രൊട്ടസ്റ്റ് നിർത്തുന്നു. ഓൾ ഡിമാൻഡ്സ് ഓഫ് കോക്രോച്ച് ജനതാ പാർട്ടി ഹാസ് ബീൻ അക്സെപ്റ്റഡ് ബൈ ദ ഗവൺമെന്റ്. എല്ലാ ഡിമാൻഡ്സും, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എല്ലാ ഡിമാൻഡ്സും എന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം പോസിബിൾ കമ്പൻസേഷൻ ഫോർ ഫാമിലീസ് ഓഫ് നീറ്റ് പേപ്പർ ലീക്ക് റിലേറ്റഡ് സൂയിസൈഡ്. ഈ വിദ്യാർത്ഥികളുടെ ഫാമിലിക്ക് എന്ത് ചെയ്യും? മാക്സിമം പോസിബിൾ കമ്പൻസേഷൻ നൽകും. അതുപോലെ എല്ലാ FIRും സെൻട്രൽ ഗവൺമെന്റും NDA റൂളിംഗ് സ്റ്റേറ്റും ഒക്കെ ഇട്ടിട്ടുള്ള എല്ലാ FIRും എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും. ഒരു ആക്ഷൻസും കുട്ടികളുടെ പേരിൽ, അതായത് പ്രൊട്ടസ്റ്റേഴ്സിന്റെ പേരിൽ എന്ത് ചെയ്യില്ല, എടുക്കില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ CJPയുടെ 5 പോയിന്റ് എക്സാം റിഫോമിന് വേണ്ടിയിട്ടുള്ള 5 പോയിന്റ് ചാർട്ടർ എന്ത് ചെയ്യും? ഗവൺമെന്റും CJPയും കൂടി മീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് ഡിസ്കസ് ചെയ്യും. ഒരു റിഫോം, ഫർദർ റിഫോമിന് വേണ്ടി ഡിസ്കസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ अभिजीत दीपक ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വീഡിയോ നമുക്ക് കാണാം. आज धर्मेंद्र प्रधान का इस्तीफा हुआ है, इसके लिए मुझे हीरो मत बनाना, ये गलती मत करना, ये गलती मत करना। मुझे धर्मेंद्र प्रधान के इस्तीफे की वजह से हीरो मत बनाना। एक इंसान को हीरो बनाने की वजह से ही देश का कबाड़ा हुआ है, तो मुझे कोई भी हीरो नहीं बनाएगा। नारे लगेंगे भारत माता की जय के, भारत माता की. കേട്ടില്ലേ, ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ ചെയ്തതിന്റെ പേരിൽ എന്നെ ആരും ഹീറോ ആക്കരുത് എന്നാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞിട്ടുള്ളത്, ഓൾറെഡി നിങ്ങൾ ഒരാളെ ഹീറോ ആക്കിയതിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അത് മൂലമാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്ദേശിച്ചത് ആരെയാണെന്ന് വ്യക്തമായിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ വിശ്വഗുരുവിനെ തന്നെ. കാരണം ആളെ ഇവിടെ ഹീറോ ആക്കുന്നു, ദൈവമാക്കുന്നു, അങ്ങനെ പലതും ആക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതുപോലുള്ളൊരു തെറ്റ് നിങ്ങൾ ഇനി ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്നെ ഒരു ഹീറോ ആക്കി കാണേണ്ട എന്നാണ് പറഞ്ഞത്. ശരിയാണ്, ഇതൊരു അഭിജിത് ദീപക് മാത്രം വിചാരിച്ച് നടന്നിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അഭിജിത് ദീപക് ഇത് സ്റ്റാർട്ട് ചെയ്തു, ശരിയാണ്, വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ അഭിജിത് ദീപക് ഒറ്റയ്ക്ക് ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇത് എല്ലാ കോക്രോച്ചുകളുടെയും ഒരുമിച്ചുള്ള ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് ഈ സംഭവം
നടന്നിട്ടുള്ളത്. എന്നാൽ ഇത് ഇവിടെ അവസാനിച്ചോ? എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലുമില്ല. കാരണം ഈ ഒരു പ്രതിഷേധത്തിന്റെ പേരിൽ പട്ടിയെ തല്ലുന്ന പോലെ സ്റ്റുഡൻസിന് നേരെ പോലീസ്, ഡൽഹി പോലീസും മറ്റു പോലീസ് പേഴ്സണൽസും പിന്നെ ഗൂണ്ടാസ് തന്നെ പറയണം, BJP ഗുണ്ടകളും ഇവരൊക്കെ പ്രൊട്ടസ്റ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിനാര് അക്കൗണ്ടബിലിറ്റി പറയും? കാരണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടിയർ ഗ്യാസ് എറിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ലാത്തിയിൽ ആണി വെച്ച് അടിച്ചിട്ടുണ്ട്, പെല്ലറ്റ് ഗൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യത്തും, അതായത് പലതരത്തിലുള്ള വയലൻസും ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ആര് അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കും? അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കേണ്ടത് ആരാണ്? ഇവരുടെയൊക്കെ ഹെഡ് ആരാണ്? ദ മിനിസ്ട്രി, ഹോം മിനിസ്ട്രിയാണ്, അതായത് അമിത്ഷാ. അപ്പോൾ ശരി തന്നെയാണ്, CJPയുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ റിസൈൻ തന്നെയാണ്. പക്ഷേ ഇതിനെ ചൊല്ലി പ്രൊട്ടസ്റ്റ് നടത്തിയപ്പോൾ, പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്, മനസ്സിലാക്കണം, പീസ്ഫുൾ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം നടത്തിയപ്പോൾ അവർക്കെതിരെ, ഈ പ്രൊട്ടസ്റ്റേഴ്സിന്റെ സ്റ്റുഡൻസിനെതിരെ ചെയ്തിട്ടുള്ള ക്രുവാലിറ്റിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതും. അപ്പോൾ അതിന് അക്കൗണ്ടബിലിറ്റി എടുക്കണ്ടേ? കാരണം ഇതിന് ജസ്റ്റിസ് കിട്ടി. അപ്പോൾ ആ ഒരു കാര്യത്തിനും ജസ്റ്റിസ് കിട്ടണ്ടേ? കാരണം സ്റ്റുഡൻസിനോടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റിന് നേരെയാണ് യുവന്മാർ ഈ കളി കളിച്ചിട്ട് മുഴുവൻ കളിയും കളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനും അക്കൗണ്ടബിലിറ്റി എടുക്കണ്ടേ? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.